ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഏതൊരു നമ്പറിന്റെയും സ്ക്വയർ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ ആൻസർ ചെയ്യും. എങ്ങനെയാണെന്നുള്ളത് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 97ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ കൺവെൻഷണൽ മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. 97 × 97 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെത്തേഡുകൾ നമുക്കിനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞു തരാം, അതിനേക്കാളും എളുപ്പമാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. 97 എന്ന് പറയുന്നത് 100ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബേസ് ആക്കിയിട്ട് എടുക്കേണ്ടത് 100നെയാണ്. ഓക്കെ, ബേസ് എന്താണ്? 100 ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ 100ൽ നിന്ന് 3 കുറച്ചാലാണ്, 3 സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് 97 കിട്ടുന്നത്. അതേ 3നെ തന്നെ നമ്മൾ 97ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. സോ 97 - 3 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിനുശേഷം ഏത് നമ്പറാണ് സബ്ട്രാക്ട് ചെയ്തത്? 3 ആണല്ലോ. ആ 3ന്റെ സ്ക്വയർ എത്രയാ? 9 അല്ലെ. ആ 9നെ നമ്മൾ ഇവിടെ 2 ഡിജിറ്റ് ആക്കിയിട്ട് എഴുതണം. സോ 09 ആയിരിക്കും 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ 100 ബേസ് ആക്കി എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ മറക്കരുത്. ഓക്കെ, സോ 97 - 3 എന്ന് പറയുന്നത് എത്രയാണ്? 94 അല്ലേ. 94 റൈറ്റ് സൈഡിൽ ഏതാണ്? 09 ആണല്ലോ. 94.09 എന്ന് പറയുന്നതാണ് 97ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഈ പ്രോസസ് ഒക്കെ നമ്മൾ ബ്രെയിനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് നോക്കാം. 119. 119ന്റെയും ബേസ് എന്തിനാണ്? 100 തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 100നോട് കൂടിയിട്ട് 19 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 119 കിട്ടിയിരിക്കുന്നത്. അതേ 19നെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 119നോട് ആഡ് ചെയ്യണം. അപ്പൊ എത്ര വന്നു? 138 വന്നില്ലേ? 138 വന്നു. പിന്നെ അടുത്ത എന്താണ്? ഏത് നമ്പർ നമ്മൾ ആഡ് ചെയ്തത്? 19. 19ന്റെ സ്ക്വയർ എത്രയാ? 361. പക്ഷേ ഇവിടെ 2 ഡിജിറ്റാ പാടുള്ളൂ. 361ന് 3 ഡിജിറ്റ് ഉണ്ടല്ലോ. അപ്പൊ 61 എന്ന് പറയുന്ന റൈറ്റ് സൈഡിലുള്ള 2 ഡിജിറ്റിനെ അവിടെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 3നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യണം, അഡീഷൻ ചെയ്യണം. അപ്പൊ എന്ത് വന്നു നമുക്ക്? 138 + 3 എന്ന് പറയുന്നത് 141. 61 ബാക്കിയുള്ള. ഇതായിരിക്കും 119ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 56. അത് കുറച്ചുകൂടെ എളുപ്പമാണല്ലേ. ഇവിടെ 100ൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് കുറയ്ക്കാം? 44 കുറയ്ക്കാം അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? 50നെ നമ്മൾ ഇവിടെ ബേസ് ആക്കി എടുക്കുന്നു. 50 ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. 50 ആണ് ബേസ് എന്ന് പറയുന്നത് അല്ലെ. 50 എന്ന് പറയുന്നത് 100ന്റെ പകുതിയാണല്ലോ. ആണ്. 50നോട് കൂടിയിട്ട് 6 ആഡ് ചെയ്തിട്ടാണ് 56 കിട്ടിയിരിക്കുന്നത്. അതേ 6നെ തന്നെ, 6നെ തന്നെ നമ്മൾ 56നോട് കൂടെ ആഡ് ചെയ്യാം അല്ലെ. 100 ബേസ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ ഇവിടെ ബേസ് എന്ന് പറയുന്നത് 50 ആണല്ലോ. അതുകൊണ്ട് തന്നെ 100ന്റെ പകുതിയല്ലേ 50 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡഡ് ബൈ 2 എടുക്കണം. 1/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഏതിനെ നമ്മൾ ആഡ് ചെയ്തത്? 6നെ ആണല്ലോ. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 2 ഡിജിറ്റ് ഇവിടെ എഴുതണം. അപ്പൊ ആൻസർ എത്ര വരിക? 56 + 6 എന്ന് പറയുന്നത് 62. 62ന്റെ പകുതി എന്ന് പറയുന്നത് 31 ആയിരിക്കും. 31 36 ആയിരിക്കും 56ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നമ്പർ നോക്കിയേ, 159. ഇവിടെ എന്താണ്? 100നോട് കൂടിയിട്ട് 59 ആഡ് ചെയ്തു എന്ന് പറയാം അല്ലെ. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 150നെ ബേസ് ആക്കിയിട്ട് എടുക്കുക. എന്താണ്? 150 ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമുക്കറിയാം 100 ബേസ് ആക്കി എടുത്തപ്പോൾ നമ്മൾ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഫസ്റ്റ് പാർട്ടിനെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ 150 ആണ് നമ്മൾ ബേസ് ആക്കിയിട്ട് എടുക്കണേ. അപ്പൊ 100ന്റെ 1.5 ടൈംസ് ആണല്ലോ 150 എന്ന് പറയുന്നത്. 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അത് 3/2 ആണ് അല്ലെ. 3/2 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം ഫസ്റ്റ് പാർട്ടുമായിട്ട്. 159. 150 + 9. അപ്പൊ 150നോട് കൂടി 9 ആഡ് ചെയ്തു. അതേ 9നെ തന്നെ നമ്മൾ 159നോടും ആഡ് ചെയ്യാം. അപ്പൊ എത്ര വന്നു? 168 വന്നില്ലേ? അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. എത്രയാണ് നമ്മൾ ആഡ് ചെയ്തത്? 9 ആണ്. 9ന്റെ സ്ക്വയർ എത്രയാ? 81. അത് 2 ഡിജിറ്റ് ആയിട്ട് എഴുതി ആണല്ലോ. അപ്പൊ എന്താണ് ആൻസർ വരിക? ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. 2 ക്യാൻസൽഡ് ഹിയർ. ഹൗ മെനി ടൈംസ്? എത്ര ടൈംസാ? 84. 84 × 3 എന്ന് പറയുമ്പോൾ 240 + 12 എത്രയാണ്? 252 അല്ലേ. സോ 252 81 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 159ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഈസി ആണോ? വളരെ സിമ്പിൾ അല്ലേ. ഇനി അടുത്ത നമുക്ക് നോക്കാം 211. 211ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? നിങ്ങൾക്കറിയാം 211 പറയുമ്പോൾ ഇവിടെ ബേസ് ആക്കിയിട്ട് എടുക്കേണ്ടത് എന്താ? 200നെ ബേസ് ആക്കി എടുക്കണം അല്ലെ. 200 ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ആണല്ലോ. 200നെ നമ്മൾ ബേസ് ആക്കി എടുത്തു. ഓക്കെ, സോ 100ന്റെ ഡബിൾ ആണ് 200. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് പാർട്ടിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2 കൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 2 × 211. 200നോട് കൂടി 11 ആഡ് ചെയ്തു. ഒരു 11 കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ എന്ത് വന്നു? 222 വന്നില്ലേ?
അടുത്തത് എന്താ 11 ആണ് ആഡ് ചെയ്ത 11ന്റെ സ്ക്വയർ എത്രയാ 121. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ 2 ഡിജിറ്റേ പാടുള്ളൂ അല്ലെ, 2 ഡിജിറ്റ് അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ 1 ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം ആണല്ലോ. അപ്പൊ എന്ത് ആൻസർ വന്നു, നമുക്ക് ആൻസർ എന്ത് വന്നു, 2 × 222 എന്ന് പറയുന്നത് 444. 444നോട് കൂടിയിട്ട് ഇവിടെയുള്ള 1 കൂടെ ആഡ് ചെയ്ത് എന്ത് വരും, 445. 21 ബാക്കിയുണ്ടല്ലോ 21. സോ ദിസ് ഈസ് വാട്ട് 211. അതായത് 211ന്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് 44521 എന്ന് പറയുന്ന നമ്പർ. ക്ലിയർ? ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ്, 344ന്റെ സ്ക്വയർ. ഇവിടെ ബേസ് എന്താ, യെസ് ബേസ് എന്ന് പറയുന്നത് 300 ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 100നോട് കൂടിയിട്ട് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണല്ലോ, 3 × 344. ഇതിനെ നമ്മൾ എന്താണ് വേണമെങ്കിൽ 44 ആഡ് ചെയ്തു എന്ന് പറയാം അല്ലെ. പക്ഷെ 44ന്റെ സ്ക്വയർ നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 300നെ ഒരിക്കലും നമ്മൾ ബേസ് ആക്കി എടുക്കാൻ പാടില്ല. ഈ കേസിൽ എന്ത് ചെയ്യണം, 350നെ ബേസ് ആക്കി എടുത്തൂടെ, 350നെ ബേസ് ആക്കി എടുക്കാം. ഇത് 100നോട് കൂടിയിട്ട് 3.5 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് 350 എന്ന് പറയുന്നത്. 3.5 എന്ന് പറയുമ്പോൾ എന്താ, 7/2 അല്ലേ, 7ന്റെ പകുതി അല്ലേ 3.5 എന്ന് പറയുന്നത്. അതെ, 7/2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്താണ്, 350ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് 344 എന്ന് പറയുന്നത്. അതേ 6നെ തന്നെ നമ്മൾ 344ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും, 338 വരുമല്ലോ. അതെ, പിന്നെ എന്ത് ചെയ്യണം, ഏതാണ് സബ്ട്രാക്ട് ചെയ്ത്, 6 ആണ് സബ്ട്രാക്ട് ചെയ്ത്. 6ന്റെ സ്ക്വയർ എത്രയാ, 36. 36 ആയിരിക്കും 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 2 കൊണ്ട് നമ്മൾ 338നെ ക്യാൻസൽ ചെയ്ത് കളയാം. എത്ര ടൈംസാ, 169 ടൈംസ് അല്ലെ, 169 ടൈംസ് ആണ്. 7 × 169 എന്ന് പറയുമ്പോൾ എന്താ, 700 പ്ലസ് 420 എന്ന് പറയുമ്പോൾ 1120. 1120ഉം 7 × 9 എന്ന് പറയുമ്പോൾ 63. അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, ആഡ് ചെയ്താൽ എന്താ വരിക, 1183 വരും അല്ലെ. 1183 നമുക്ക് ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ എഴുതാൻ പറ്റും 1183. ബാക്കിയുള്ളത് എന്താ, 36 അല്ലേ. സോ 36. ദിസ് ഈസ് വാട്ട് ദ സ്ക്വയർ ഓഫ് 344. 344ന്റെ സ്ക്വയർ ആണ് ഈ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തതാണ് 979. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഏതാ ബേസ് ആക്കി എടുക്കേണ്ടത്, നമുക്കറിയാം. ഇവിടെ ബേസ് ആക്കി എടുക്കേണ്ടത് 1000ന്റെ ബേസ് ആക്കി എടുത്തോ. 1000 ആണ് ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. അതായത് 100നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 1000 കിട്ടുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യണം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആണല്ലോ. അപ്പൊ 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 979, അതായത് 1000ൽ നിന്ന് 1000ൽ നിന്ന് 21 ആണ് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് 979 കിട്ടാനായിട്ട് അല്ലെ. അതേ 21 തന്നെ നമ്മൾ 979 നിന്നും സബ്ട്രാക്ട് ചെയ്ത് എന്ത് വരും, 958 വരും അല്ലെ. 958 വരും. പിന്നെന്താണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, 21 ആണ് സബ്ട്രാക്ട് ചെയ്തത്. അതിന്റെ സ്ക്വയർ എത്രയാ, 441 അല്ലേ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്ത് വന്നു, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 958 × 10 എന്ന് പറയുന്നത് 9580. പിന്നെന്താണ്, നമുക്കിവിടെ അറിയാം, എന്തറിയാം, ഈ 4നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് വന്നു, 9558 ആണ് ഇവിടെ വരുന്നത്. അതിന്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താണ്, 0 വരുന്നുണ്ട്. അപ്പൊ എന്താണ്, 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 9584 വരും. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിട്ടുള്ള 4 1ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, 979ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഏതൊരു നമ്പർ എടുത്താലും അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. നമ്മൾ ഏത് ബേസ് എടുക്കണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ വരുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ സ്ക്വയർ കാണാനൊക്കെ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് കൂടെ രേഖപ്പെടുത്തുക. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ഹൗ ടു ഫൈൻഡ് ദ സ്ക്വയേഴ്സ്.